വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മൂവിയായിരുന്നു സംശയം എന്നുള്ളത്. അപ്പോൾ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രൊമോ മെറ്റീരിയൽസൊക്കെ അത്യാവശ്യം കാണണം എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയുണ്ടായിരുന്നു. പക്ഷെ പടം പുറത്തിറങ്ങിയപ്പോൾ ഭേദപ്പെട്ട റിവ്യൂസ് ആയിരുന്നു, ഒരു ആവറേജ് റിവ്യൂസ് ആയിരുന്നു പടത്തിന് ഉണ്ടായിരുന്നത്. അത് കാരണം തന്നെ തിയേറ്ററിൽ വലിയൊരു റണ്ണ് കിട്ടിയില്ല, തിയേറ്ററിൽ പരാജയപ്പെടുകയും ചെയ്തു. ആ പടം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. മനോരമ മാക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ സംശയം. പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു സംശയം ബേസ്ഡാണ് ഈ പടം പോകുന്നത്. അപ്പോൾ 2 മണിക്കൂർ റൺ ടൈമിൽ ഈ സംശയം എങ്ങനെ ഉടലെടുക്കുന്നു, സോ ആ സംശയത്തിന് വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ലിജോ മോളും വിനയ് ഫോർട്ടും ആണ് ഒരു കപ്പിളായിട്ട് വരുന്നത്. സോ ഈ കപ്പിളിൻ്റെ ഇടയിലാണ് ഈ സംശയം വരുന്നത്. സോ അതാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട്, ആകെയുള്ളൊരു പ്ലോട്ട്. അപ്പോൾ ആ ഒരു വേഫർ തിൻ പ്ലോട്ടിലാണ് പടം മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെതായ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 hour റൺ ടൈം അത് എൻഗേജിങ് ആക്കണം. അതായത് ഈ ഒരു പ്ലോട്ടിൽ എത്രത്തോളം ഒരു വ്യൂവറിനെ ഇൻട്രസ്റ്റ് വരുന്നു അതനുസരിച്ചിട്ട് അത് അവർക്ക് എക്സൈറ്റിംഗ് ആക്കാൻ പറ്റുള്ളൂ. അതിലൊരു പരിധി വരെ ഇവർ വിജയിച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഈ 2 hour റൺ ടൈമിൽ ലാഗ് അടിക്കുക അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഒരുവിധം കണ്ടിരിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് പടം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ പേസിംഗ് ആണെങ്കിലും അത്യാവശ്യം ഫൈനാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിൽ അവർ ഒരുവിധം വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ വളരെയധികം പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അതിൽ എസ്പെഷ്യലി വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറാണ് എനിക്ക് പ്രശ്നം വന്നത്. സോ ആദ്യമൊക്കെ ഒരു മണ്ടൻ ക്യാരക്ടറാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടൻ ക്യാരക്ടറാണിത്. അപ്പോൾ ആ മണ്ടൻ ക്യാരക്ടർ ചെയ്തു കൂടുന്ന പല കാര്യങ്ങളും, അതായത് ആദ്യമൊക്കെ നമുക്കൊന്ന് സിമ്പതൈസ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഒന്ന് പാവം തോന്നും. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകും തോറും ഒരു വില്ലനിസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ ആളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ മോട്ടീവ്സ് ഒക്കെ ശരിക്കും എന്ത് ബേസ്ഡ് ആണ് എന്നുള്ളൊരു എനിക്ക് അത്യാവശ്യം സംശയം വന്നു. ഇപ്പോൾ ലൈക്ക് ഈവൻ ഇൻ ദ ക്ലൈമാക്സ് ആളോട് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. ഇത് ആക്ടിങ്ങിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ വിനയ് ഫോർട്ട് ആണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും എല്ലാവരും ലൈക്ക് അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ആ ക്യാരക്ടറിനെ എഴുതിയെടുത്ത രീതിയിലാണ് അതിൻ്റെ പ്രശ്നം പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു ഓവറോൾ ഒരു നെഗറ്റീവ് ഇമേജ് കിട്ടുന്ന ഒരു വാല്യൂ, ഒരു ഗ്രേ ഷെയ്ഡ് അല്ല, ഒരു കറക്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ആ ക്യാരക്ടർ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഒരു സിമ്പതൈസ് ചെയ്യാനും തോന്നിയില്ല. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അറിയാലോ, ലൈക്ക് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ എത്തും, അത് പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതൊരു നെഗറ്റീവ് അല്ല, പക്ഷേ എന്നാൽ പോലും ലൈക്ക് മൊത്തത്തിൽ ഓവറോൾ വാട്ട് എവർ ഹാപ്പൻഡ് ഇൻ ദിസ് മൂവി ഒരു എത്ര വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലേക്കാണ് പോയത്. സോ ഫോർ മീ ദിസ് ഫെൽറ്റ് ലൈക്ക് ആസ് എ എവറേജ് ഫിലിം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. സോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക.